ഹായ്, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി കാണാം. നമ്മളിത് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്പഞ്ച് കേക്കിനെക്കാട്ടിലും ഒക്കെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ബട്ടറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുട്ടയുടെ യാതൊരു ചെവയിൽ നല്ല ടേസ്റ്റിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വോളിയം ഒന്ന് കൂട്ടി വെക്കാന്നുണ്ടെങ്കിൽ ആ സ്പഞ്ച് സ്ക്യൂസ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ടും കൂടെ ഒന്ന് കേൾക്കായിരുന്നു. ചെറിയ സൗണ്ടാണ്. ഈ സൗണ്ട് ഒന്ന് കേൾക്കണേ. കണ്ടില്ലേ, ടെക്സ്ചർ മാത്രമല്ല ആ സ്പഞ്ച് സ്ക്യൂസ് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ടും ഒക്കെ ഉണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളതുകൊണ്ട് ഫുൾ വോളിയത്തിലേക്ക് കേൾക്കാൻ പറ്റൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പം നമ്മൾ ആദ്യം കേക്ക് ടീൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് ലൈൻ ചെയ്ത് വെക്കുക. ഈ സമയത്ത് തന്നെ നമ്മുടെ അവനും ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്: പഞ്ചസാര, മൈദ, പാല്, മുട്ട. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ സൈസ് ഒന്ന് കാണിക്കാനാണ്. നമ്മുടെ മുട്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് ഇതാണ് ഗ്ലാസിൻ്റെ ഒരു സൈസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈസിലുള്ള ഗ്ലാസ് വേണം എടുക്കാനായിട്ട്. കാരണം 3 മുട്ടയ്ക്ക് എത്രയൊക്കെ അളവിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളതാണല്ലോ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഗ്രാംസിൽ പറയുവാണ്. കാരണം ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് 85 ഗ്രാം മൈദയുണ്ട്, 100 ഗ്രാം പൊടിച്ച പഞ്ചസാരയുണ്ട്, ഇതൊരു 50 ml പാലുണ്ട്. ഇത് നമ്മൾ മുഴുവൻ ഉപയോഗിക്കുക എന്നുള്ളത് അവസാനം പറയാം, എല്ലാ പ്രാവശ്യം പറയുന്നതാണൊക്കെ. ഇത് കൂടാതെ നമുക്ക് 3 മുട്ടയും കൂടെ വേണം. നമ്മുടെ സ്പഞ്ച് കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. നമ്മുടെ മുട്ടയുടെ പതയാണിത് സ്പഞ്ച് പോലെ ആക്കുന്നത്. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം മുട്ടയുടെ ഉണ്ണിയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് സെസ്റ്റ് തൊലിപ്പുറവും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ തൊലിപ്പുറം ഗ്രേറ്റ് ചെയ്താൽ മതി. വെള്ള ഭാഗം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയൊന്ന് നല്ലപോലെ പതപ്പിച്ചെടുക്കാം. ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ച് കൈ കൊണ്ട് പതപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് കൈവച്ച് പതപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ഡബിൾ സൈസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾ 100 ഗ്രാം പഞ്ചസാരയാണ് മൊത്തമായിട്ട് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഇത് ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളങ്ങുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ നീര് ചേർക്കുന്നത് ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഷേപ്പ്, ഈ എയറൊക്കെ ഇതുപോലെ തന്നെ ഹോൾഡായിട്ട് മുട്ട പതപ്പിച്ചത് ഇങ്ങനെ തന്നെ ഇരിക്കാനായിട്ട്, ഡീഫ്ലേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, മുട്ടയുടെ ചൊവയൊക്കെ മാറാനായിട്ടും ഈ നാരങ്ങാനീര് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ സെസ്റ്റും നാരങ്ങാനീരും ഒക്കെ ഒട്ടും മുട്ടച്ചെവിയില്ല, നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ സ്പഞ്ച് കേക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും നാരങ്ങാനീരും ചേർത്ത് അടിച്ചെടുത്ത മുട്ടയുടെ വെള്ളം ഇവിടെ നല്ലപോലെ പതച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മെറാങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് നിർത്താം. കണ്ടില്ലേ, നല്ല സ്റ്റിഫ് പീക്സ് ഒക്കെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞയിലേക്ക് ആ സ്മെല്ലൊന്ന് മാറി കിട്ടാനായിട്ട് ഓറഞ്ചിൻ്റെ സെസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് വരെ നാരങ്ങയുടെ സെസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഞാൻ കുറച്ച് വെനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. ഒരു മയം കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം മതി നമുക്ക്. അപ്പം നമുക്കിനി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പാലിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനത് മറന്നിട്ട് ലാസ്റ്റ് മൈദയിലാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് ഞാൻ പാല് ലാസ്റ്റ് ആഡ് ചെയ്യാൻ പറയുന്നത്. എൻ്റെ നോക്കി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്ലാസിൻ്റെ അളവും മൈദയുടെ കൺസിസ്റ്റൻസിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതേ അളവിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അവസാനം നമ്മൾ കൺസിസ്റ്റൻസി നോക്കി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ പകുതി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 4 ഐറ്റംസേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്: എഗ് യോക്കും, പാലും, കുറച്ച് എണ്ണയും, ബാക്കി ഫ്ലേവേഴ്സും, നമ്മുടെ വെനില എസൻസും ജെസ്റ്റും. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ മൈദ ഇതിലേക്ക് ഒരു അരിപ്പയിൽ കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മൊത്തം 85 ഗ്രാം മൈദയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ഉപ്പ് ഈ സമയത്ത് വിതറി കൊടുക്കുകയാണ്. നിങ്ങളിത് എഗ് യോക്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് മിക്സ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. നമ്മുടെ എഗ് യോക്കിൻ്റെ എയർ ബബിൾസ് ഒന്നും അധികം കളയാതെ താഴേന്ന് മേളിലോട്ട് ഇതുപോലെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മൈദ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് ഇതേ ആക്ഷനിൽ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടിട്ട് ഓവർ മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ ഇളക്കി ചേർത്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല എയർ ബബിൾസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അധികം കളയാതെ തന്നെ ഇങ്ങനെ ആക്കി നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ഇതിലുള്ള വലിയ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് സ്കിപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ അൺഈവനായിട്ട് നമ്മുടെ സർഫസ് വരും. ഒരു സ്ക്യൂർ വെച്ചിട്ടോ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് എയർ ബബിൾസ് കളഞ്ഞെടുക്കുക. ഒന്ന് ഈവനാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 38 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുത്തത്. ഞാൻ ലോവസ്റ്റ് റാക്കിലാണ് വെച്ചിരിക്കുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം വിത്തൗട്ട് ഫാൻ മോഡാണ്. നമ്മുടെ സ്പഞ്ച് അല്ലെങ്കിൽ ഫോം കേക്ക്സിന് എപ്പോഴും കുറഞ്ഞ ടെമ്പറേച്ചറിലാണ്. അതുപോലെ തന്നെ ഞാൻ ടോപ്പ് ആൻഡ് ബോട്ടം ഓയിൽസ് ഹീറ്റിംഗ് മോഡിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഓഫ് ചെയ്ത ഉടനെ നമ്മളിത് അവൻ തുറക്കരുത്. അങ്ങനെ തുറക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് അങ്ങ് ഡീഫ്ലേറ്റ് ആയി താന്നു പോകുന്നത് പുറത്തെടുത്ത് കഴിയുമ്പം. അപ്പോൾ ഇതുപോലെ ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയ ഗ്യാപ്പിൽ ഒരു 3 മിനിറ്റ് വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് കുറേശ്ശേയും കൂടെ തുറന്നു കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് കൂടെ അതിങ്ങനെ വെച്ചേക്കുക. ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് സഡനായിട്ട് അതിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേക്കിന്. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 5-6 മിനിറ്റ് ഇതുപോലെ കുറേശ്ശേ തുറന്ന് അതിൻ്റെ അകത്തിരുന്ന് തന്നെ ഒന്ന് കൂളായതിന് ശേഷം മാത്രം പുറത്തെടുത്ത് വെക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കേക്ക് കറക്റ്റായിട്ട് കിട്ടാതെ പോയാൽ വിഷമമല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറം അധികം ബ്രൗൺ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ബ്രൗണിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ്സ് വെച്ച് കൊടുക്കുക. ഞാനിത് മൊത്തം തണുക്കുന്നതിന് മുന്നേ എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കും, കാരണം നമ്മുടെ മെറ്റൽ നല്ല ചൂടായിരിക്കുമായിരിക്കുമല്ലോ. അങ്ങനെ ഇരുന്നൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഉള്ളിലെല്ലാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പഞ്ച് പോലെയാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലേവർഫുള്ളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ നേരം ഇതിന് മുന്നേ ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.